JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ ദിവസത്തെ ജാതകം ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പണ്ട് മുതലുള്ളത് എങ്ങനെയായിരുന്നു, ഇനി മുന്നോട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ അത് ജ്യോതിഷപരമായി ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണ് ഇവിടെ. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണല്ലോ നമ്മുടെ അറിവ്. ഈ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 12 മണി എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1947 ആഗസ്റ്റ് മാസം 15 രാത്രി 12 മണിയുടെ ജാതകം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു പരിശോധന നടത്തുകയാണ് ഇവിടെ. അപ്പം ആ ജാതകം അനുസരിച്ച് ഇപ്പോഴുള്ള അവസ്ഥയും മുമ്പുണ്ടായിരുന്ന അവസ്ഥയും വരാൻ പോകുന്ന അവസ്ഥയും ഒക്കെ ഒരു വിശകലനം നടത്താൻ സാധിക്കുമോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നു. അപ്പം നിങ്ങളുടെ അറിവിലും എൻ്റെ അറിവിലും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളുമുണ്ട്. അത് ഈ ജാതകവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് നിങ്ങൾക്കുകൂടി വിലയിരുത്താനും പഠിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ തിരഞ്ഞെടുത്തത്. ഈ വീഡിയോ ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം, സ്വാതന്ത്ര്യ ദിനമായിക്കോട്ടെ എന്ന് വിചാരിച്ചത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1947 ആഗസ്റ്റ് 15 അതായത് 1122 കർക്കിടക മാസം 29 വ്യാഴാഴ്ച രാത്രി 12 മണിയാണ് നമ്മുടെ സമയം. സ്ഥലം കണക്കാക്കിയിരിക്കുന്നത് ഡൽഹിയാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഡൽഹി കേന്ദ്രമായിട്ട് ആ ദിവസവും ആ സമയവും അനുസരിച്ചാണ് ഒരു ജാതകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പൂയ നക്ഷത്രമാണ് അന്നത്തെ നക്ഷത്രമായിട്ട് വരുന്നത്, 1-ാം പാദം. അതുപോലെ കൃഷ്ണപക്ഷ ത്രയോദശി, സുരഭികരണം, സിദ്ധി നാമ നിത്യയോഗം. ഈ സമയം വരുന്നത് ഇടവലഗ്നത്തിൻ്റെ ആദ്യത്തെ 10 ഡിഗ്രിയിലാണ്, അതായത് 1-ാം ദ്രേക്കാണ് സമയം. പൂയം നക്ഷത്രമായതുകൊണ്ട് തന്നെ മഹാദശ അല്ലെങ്കിൽ നക്ഷത്രദശ കണക്കാക്കുമ്പോൾ ശനിദശ 18 വർഷം കാണുന്നുമുണ്ട്. ഇനിയും നമുക്ക് അന്നത്തെ ആ ഗ്രഹനിലയിലേക്ക് ഒന്ന് പോകാം. ഇടവം രാശിയാണ് ലഗ്നരാശി. ഇടവം സ്ഥിരരാശിയാണ്. ലഗ്നത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. 2-ാം ഭാവമായ മിഥുനത്തിൽ ചൊവ്വായും ഗുളികനും നിൽക്കുന്നു. 3-ാം ഭാവമായ കർക്കിടകത്തിൽ ആദിത്യനുണ്ട്, ചന്ദ്രനുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്, ശനിയുണ്ട്. അതായത് കർക്കിടകമായ 3-ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങൾ ആ സമയത്തുണ്ട്. പിന്നെ 6-ാം ഭാവമായ തുലാം രാശിയിൽ വ്യാഴം നിൽപ്പുണ്ട്, 7-ൽ കേതു. ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലഗ്നത്തിലെ രാഹുവിനും 7-ലെ കേതുവിനും മധ്യേ ഏതാണ്ട് 1, 2, 3 രാശികളിലായിട്ടാണ് ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ കേതുവുണ്ട്, 3-ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങളുണ്ട്, 6-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ രാഹുവിനും കേതുവിനും മധ്യേ ഇങ്ങനെ വരുന്നത് യോഗസംബന്ധമായി പറഞ്ഞാൽ അത്ര നല്ല ഒരു കാഴ്ചപ്പാടല്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. പിന്നെ ഈ ലഗ്നഭാവം ആണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ലഗ്നം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരം. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്, ഭാരതത്തെയാണ്. അപ്പോൾ ആ ലഗ്നം ഇടവൻ രാശിയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് അത്ര മോശമാണ് രാശി കണക്കാക്കുമ്പോഴെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇടവം സ്ഥിരരാശിയാണ്. ഒരുപാട് മാറ്റമൊന്നുമില്ലാതെ എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്നേ പറയാൻ പറ്റും. പിന്നെ ലഗ്നത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വിഷസംബന്ധമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊന്ന്. രണ്ടാമത്തേത് അത് കുടിലതന്ത്രങ്ങളെയും കുറുക്കുവഴിയെയും സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന് പോരാട്ടം, അതുപോലെ
ഈ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, സ്ഫോടനങ്ങൾ, അത്തരത്തിൽ നോക്കുമ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഭീകരപ്രവർത്തനമൊന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വേണമെങ്കിലും അതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ രാഹുവിനും കേതുവിനും ഇടയിൽ ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്ന ഒരവസരം തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിനായി ലഭിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം എത്രയോ നൂറ്റാണ്ട്, എത്രയോ വർഷം ഈ അന്യ നാട്ടിൽ നിന്ന് വരുന്ന വിദേശികളും അതുപോലെ പലരും ഈ രാജ്യത്ത് വന്ന് ഇവിടുന്ന് കിട്ടാവുന്നതെല്ലാം ബ്രിട്ടീഷുകാരുൾപ്പെടെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ച് ഒരു പരുവത്തിലാക്കി അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടായി കാണും. എന്തായാലും സന്തോഷത്തോടു കൂടി ആയിരിക്കില്ലല്ലോ അവർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊരു പണി കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരത്രമാത്രം നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചിട്ട് പോകുമ്പോൾ അവരവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള, അതാണ് ഈ ലഗ്നത്തിലെ രാഹു. കാരണം ലഗ്നത്തിലെ രാഹു വർഗീയതയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ വിഷസംബന്ധമായി ബന്ധമുള്ള ഒരു ഗ്രഹം ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു വിഷവിത്ത് വിതച്ചിട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യമാണ് വിദേശികളുടെ ഭാഗത്തു നിന്നും വരുന്നത്. കാരണം 2-ൽ നിൽക്കുന്നത് ചൊവ്വയാണ്, 12ാം ഭാവാധിപനാണ്. അതുപോലെ തന്നെ വ്യാഴം 6ാം ഭാവത്തിലുമാണ് നിൽക്കുന്നത്. അപ്പം വിദേശ ബന്ധം നമുക്കിവിടെ വ്യക്തമാണെന്നുള്ളതാണ്. വിദേശ ബന്ധവും മതാധിപത്യവും മതം കൊണ്ട്, അല്ലെങ്കിൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ ഈ രാജ്യത്തിൽ ഒരു കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് എന്നുള്ളത് ഈ ലഗ്നത്തിലെ രാഹുവിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച് വിലപിടിപ്പുള്ള പലതും കടത്തിക്കൊണ്ടു പോയതിന് ശേഷം നിവൃത്തിയില്ലാതെ ഇവിടെ ഭരിച്ചു മുടിച്ച ബ്രിട്ടീഷുകാർ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പണി കൊടുത്തു പോവുക എന്ന ലക്ഷ്യമാണ് വിഭജനത്തിന് പിന്നിലുണ്ടായത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റൊന്നും വരത്തില്ല. ഒന്നിച്ചു നിൽക്കുന്നവരെ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കുക എന്നത് പണ്ട് മുതലേ ഉള്ള ഇവരുടെ ഒരു തന്ത്രമാണ്. ഈ ഇടവൻ രാശിയിലെ ലഗ്നത്തിലെ രാഹു ഇതിനെ ശക്തമായി സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇനിയും 2ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, ഗുളികനുണ്ട്. 2ാം ഭാവം എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 12ാം ഭാവാധിപനാണല്ലോ ചൊവ്വ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരുപാട് ജീവൻ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ചൊവ്വ പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഒരു ഗ്രഹമാണ്. നമ്മൾ വാരിക്കുന്തവും അതുപോലെ തന്നെ സഹന സമരവും നടത്തുമ്പോൾ പീരങ്കിയും തോക്കും ഉപയോഗിച്ച് നമ്മളെ നേരിടുന്നവരുടെ മുന്നിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തുമാത്രം നഷ്ടമുണ്ടായി കാണും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ ചിലർ ഇതിനെ നേരിടാൻ ഒളിപ്പോര് കൊണ്ട് നേരിട്ടു. അങ്ങനെയും ചരിത്രമുണ്ട്. അപ്പോൾ എന്തായാലും ഈ രാജ്യത്തെ വിഘടനവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബക്കാരായി കഴിയുന്നവരെ ഭിന്നിപ്പിക്കുക, ആ ഭിന്നത ഒരു ശത്രുതയിലേക്ക് കടത്തിവിടുക, ആ ശത്രുത ഈ രാജ്യത്തെ എക്കാലവും നിലനിന്ന് പോരാടട്ടെ എന്നുള്ള ഒരു ലക്ഷ്യവും ഈ വിഭജനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അവർ വളരെ സതുദ്ദേശത്തോടെയാണ് ഇങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് എന്നൊന്നും നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വിഭജനത്തിൽ പോലും വർഗീയത നിഴലിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വിട്ടുതരൂ, ഞങ്ങളുടെ ഭാഗം വിട്ടുതരൂ, ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു രാജ്യം, ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നു, നിങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രമാക്കിക്കൊള്ളൂ എന്ന് അന്ന് പറഞ്ഞത്. പക്ഷേ ജനാധിപത്യ മതേതരത്വ ബോധം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലകൊള്ളും എന്നുള്ള ഒരു വിശ്വാസം ഈ രണ്ടു കൂട്ടർക്കുമില്ല. കാരണം ഇടനിലയ്ക്ക് നിന്ന് ഈ കാര്യങ്ങൾ നടത്തിയ ബ്രിട്ടീഷുകാർക്കുമില്ല, അതുപോലെ തന്നെ ഭാഗം മേടിച്ചു പോയ ആ സഹോദര രാജ്യത്തിനും ഇല്ല എന്നുള്ളതാണ്. അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അവരും വിചാരിച്ചത് ഒരു ഹിന്ദു രാഷ്ട്രമായി തന്നെ ആയിരിക്കും സ്വാതന്ത്ര്യാനന്തര ഭാരതം നിലനിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരിലുണ്ടായിരുന്നു. ഇനി 3-ാം ഭാവത്തെ
സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3-ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങളുണ്ട്. ഈ 5 ഗ്രഹങ്ങൾ സൂര്യന്, ചന്ദ്രന്, ബുധന്, ശുക്രന്, ശനി, ഈ 5 പേര് ഉണ്ട്. ചന്ദ്രന് ശത്രുക്കളില്ല. അതാണ് രസം. ഒരു ഗ്രഹവും ചന്ദ്രൻ്റെ ശത്രുവല്ല. പക്ഷേ ചന്ദ്രനെ ശത്രുവായി കാണുന്ന 3 ഗ്രഹങ്ങൾ ഈ 3-ാം ഭാവത്തിലുണ്ട്. അത് ഒന്ന് ബുധനും, ഒന്ന് ശുക്രനും, ഒന്ന് ശനിയും. ഈ 3 പേരും ചന്ദ്രനെയാണ് ശത്രുവായി കാണുന്നത്. പിന്നെ സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ 4-മതൊരു ഗ്രഹം സൂര്യനും ചന്ദ്രനുമാണല്ലോ. ആ 5 പേരിൽ 2 പേര്. സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ കർക്കിടകത്തിലെ സൂര്യൻ അത്ര പ്രബലനല്ല. മറ്റൊന്ന്, സൂര്യനും ചന്ദ്രനും യോഗം ചെയ്ത് നിൽക്കുക എന്നതും ഒരു അധമയോഗത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നു എന്ന്. ആ യോഗത്തിൻ്റെ സാഹചര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞ കുറേ കാര്യങ്ങൾ. കാരണം അവസരം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവരെ നമ്മളെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഞാൻ പറഞ്ഞത്. ഇനി 4-ാം ഭാവം എന്ന് പറയുമ്പോൾ 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഈ 4-ാം ഭാവാധിപൻ ആദിത്യനാണ്. അപ്പോൾ 4-ാം ഭാവം എന്ന് നമ്മൾ സാധാരണ പറയുമ്പം ആ 4-ാം ഭാവം കൊണ്ട് വീട്, വാഹനം, അമ്മ ഇതൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. ഇവിടെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് കർക്കിടകത്തിൽ നിൽക്കുന്നത്. കാരണം പൂയ നക്ഷത്രമാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ഭവനത്തിൽ തന്നെ നിൽക്കുന്നു. അവിടെയാണ് സൂര്യൻ ഉൾപ്പെടെ മറ്റ് 4 പേര് കൂടി നിൽക്കുന്നത്. അതിൽ 3 ഗ്രഹങ്ങൾ ചന്ദ്രനെ ശത്രുവായി കാണുന്നു എന്നുള്ളതാണ്. അപ്പം 3-ാം ഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അയൽവാസികളാണ്, തൊട്ടടുത്ത് കിടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അവർ ശത്രുവായി കാണാൻ പ്രേരിപ്പിക്കുന്നതാരെയാണ് എന്നുള്ളതാണ്. ബുധനും ശുക്രനും ശനിയും. ബുധനാണ് ബന്ധുവ, ശുക്രനോ സാധാരണ സ്ത്രീകൾ, ശനി ഭൃത്യന്മാരാണ്, അതായത് പ്രജകളാണ്. ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെയാണ്. അതായത് സ്ത്രീകൾക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ എന്ത് ചെയ്ത് ഈ രാജ്യത്തെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വളർച്ചയെ തടയാം എന്നതിൻ്റെ സൂചനയാണ് ഈ ചന്ദ്രന് ശത്രുവായി 3 ഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 3-ാം ഭാവം എന്ന് പറയുന്നത് ഈ സഹോദര സ്ഥാനവും അയൽവക്കവും മാത്രമല്ല, അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. പറഞ്ഞു വന്നത് ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണ്. ചന്ദ്രൻ മാതാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അമ്മ എന്ന് പറയാം, ഭാരതമാതാവ്. ഈ ഭാരതമാതാവിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ 3 വിഭാഗം മാതാവിനെ ശത്രുവായി കണ്ട് കണക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രശ്നങ്ങളുണ്ടാക്കുക. അതാണല്ലോ ചൊവ്വായും രാഹുവും ഒക്കെ തന്നെയുള്ളത്. ഇവിടെ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകും. പോരാട്ടത്തിൽ ഭയങ്കര നഷ്ടമുണ്ടാകും. അവർക്ക് പല തിക്താനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ഉണ്ടായപ്പോഴാണ് വിഭജനം എന്ന ഒരവസ്ഥയിൽ 2 കൂട്ടരും നമ്മൾ തയ്യാറാവുന്നത്. നമ്മൾ ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നതിന് മുമ്പേ മറ്റവർ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു, അംഗീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളാണ് അർദ്ധരാത്രിക്ക് 12 മണിക്ക് ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും അങ്ങനെ ബ്രിട്ടീഷുകാർ നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ രാജ്യത്ത് നമ്മളെ ഭരിക്കാൻ വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ ഇടനിലക്കാരൻ എന്നതാരാണെന്ന് ചോദിച്ചാൽ വിദേശിയാണ്, അതായത് തമ്പുരാനായിട്ട് നിൽക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ പടയൊരുക്കവും അതുപോലെ തന്നെ പല പദ്ധതികളും ഒരുക്കി നമ്മുടെ ഭാരതമാതാവിൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ വാശി പിടിച്ച് ഇടനിലക്കാരൻ്റെ സഹായത്തോടെ ഭാഗം വെച്ച് പിരിയുന്ന ഒരു കാഴ്ചയാണ് ഈ 3-ാം ഭാവവും 2-ാം ഭാവവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി 5-ാം ഭാവത്തിലേക്ക് വന്നാൽ അത് കന്നിരാശിയാണ്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സാധാരണ ബന്ധുക്കളെയും ഈ രാജ്യത്ത് ജീവിക്കുന്നവരെയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം, അതായത് സന്താനഭാവം എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതീയർ. അപ്പോൾ ഇവർ ഭാരതത്തിന് എതിരായി പ്രവർത്തിക്കാൻ സജ്ജരാക്കി ശത്രുവാകാൻ സാധിക്കുന്ന കൂർമ്മ ബുദ്ധി, അതാണ് ബുധൻ. 5-ാം ഭാവാധിപൻ ബുധൻ എന്ന് പറഞ്ഞ അറിവിൻ്റെയും കൂർമ്മ ബുദ്ധിയുടെയും ആളാണ്. ഈ ബുധനും എവിടെയാണ്? ബുധനും ശുക്രനും ശനിയുമാണ് ചന്ദ്രനെതിരായി ശത്രുവായി നിൽക്കുന്ന 3 ഗ്രഹങ്ങളിൽ ഒന്ന്. അപ്പം അങ്ങനെ നമുക്കെതിരായി നമ്മളിൽപ്പെട്ടവരെ കൊണ്ട് തന്നെ എങ്ങനെ
രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് കൂർമ്മ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്നാണ് ഈ പറഞ്ഞു വന്നത്. ഇനി 6-ാം ഭാവം എടുത്താൽ ശത്രുതയും തടസ്സവും ഒക്കെ വരുത്തുന്ന ഭാഗമാണ് 6. അപ്പം 6-ാം ഭാവത്തിലെ വ്യാഴം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതമേലധ്യക്ഷന്മാരെ സൂചിപ്പിക്കുന്നതാണ്. മതത്തിന് പ്രാധാന്യം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. മതത്തിൻ്റെ പേരിൽ വിഷവിത്ത് വിതച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം. അതാണ് ലഗ്നത്തിലെ രാഹു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിദേശ ബന്ധം നമ്മൾക്ക് ഒരു സാഹചര്യം മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ വിട്ടുപിരിയുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വ്യാഴത്തിൻ്റെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം, വിദേശ ബന്ധം. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലധനം അത് മൊത്തം അവർ കൊണ്ടുപോയി. നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവനും അടിച്ചുകൊണ്ട് പോയവരാണല്ലോ വിദേശികൾ. അപ്പം വിദേശ ബന്ധവും നമ്മുടെ ആ ഭണ്ഡാരവും ഇതെല്ലാം സൂചിപ്പിക്കുന്ന വ്യാഴം ഇവിടെ വീണ്ടും രക്ഷപ്പെട്ടാൽ അത് അല്ലെങ്കിൽ ധനപരമായും സാമ്പത്തികമായും വളരെയേറെ പുരോഗതിയിലേക്ക് പോകാതിരിക്കാൻ ആണ് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വരെ ഈ രാജ്യത്തിനെതിരായി എങ്ങനെ തിരിച്ചുവിടാം എന്ന കൂർമ്മ ബുദ്ധിപ്രയോഗം 5-ാം ഭാവത്തിലെ ബുധനും 6-ാം ഭാവത്തിലെ വ്യാഴവും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നു. ഇനി 7-ാം ഭാവം എന്ന് പറഞ്ഞാലോ അത് മാർഗസ്ഥാനമാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവാണ്. അപ്പം രാഹു കേതുവിൻ്റെ ഇടയിലാണ് മറ്റു ഗ്രഹങ്ങളെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു സൂചന എന്താണ് എന്ന് ചോദിച്ചാൽ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഓരോ ഘട്ടവും, കാരണം മാർഗസ്ഥാനമാണ് 7. അപ്പോൾ ഒരു രാജ്യം രക്ഷപ്പെടുകയും ആ രാജ്യം വളർച്ചയെ പ്രാപിക്കുകയും ചെയ്യുന്നതിന് ഓരോ വഴികൾ തിരഞ്ഞെടുക്കും. ആ ഓരോ വഴിയും പുരോഗതിക്ക് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും ഉള്ളതാണെങ്കിൽ അതിനെ തടയിടുക, തകർക്കുക, അതാണ് ഈ രാഹു കേതു ബന്ധം എന്നത് സൂചിപ്പിക്കുന്നത്. കാരണം ലഗ്നത്തിലും 7-ാം ഭാവത്തിലുമായിട്ട് നിൽക്കുന്നു. ബുധൻ അംശകം ചെയ്ത് നിൽക്കുന്നതും 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം വൃശ്ചികൻ രാശിയാണ്, ചൊവ്വയുടെ രാശിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യം, നമ്മുടെ ഭാരതം രക്ഷപ്പെടാതിരിക്കാൻ പോരാട്ടമെങ്കിൽ പോരാട്ടം, യുദ്ധമെങ്കിൽ യുദ്ധം, എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നും മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗത്തെയാണ് ഇവിടെ നമ്മൾ സൂചിക്കുക. കാരണം നമുക്ക് വഴിമുടക്കം ഉണ്ടാക്കുക എന്നതാണ്. പക്ഷേ അത് പിന്നീട് നമ്മൾ ഓരോ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ പിന്നിലെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്താണ് എന്ന് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 8-ാം ഭാവം എന്ന് പറയുമ്പോൾ 8-ൽ നിൽക്കുന്ന ചൊവ്വയുടെ ഒരു നവാംശ ബന്ധമാണ്. അപ്പോൾ 8-ൽ ചൊവ്വ നിൽക്കുക എന്ന് പറയുമ്പം നിലനിൽപ്പാണ്. 8 എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആയുസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റും. അപ്പം നിലനിൽപ്പിനും വളർച്ചയ്ക്കും സ്വസ്ഥതയ്ക്കും നമുക്ക് എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന് ആധാരം എന്ന് പറഞ്ഞാൽ സുഖവും സ്വസ്ഥതയും ജനങ്ങൾക്കുണ്ടാക്കുക, പ്രജകൾക്കുണ്ടാക്കുക, രാജ്യം വളർച്ചയെ പ്രാപിക്കുക. അതാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ ഈ അഷ്ടമഭാവത്തെ അതിൻ്റെ അഷ്ടമ എന്ന് പറയുന്ന ധനുരാശിയുടെ നേരെ 7-ാം രാശിയായ ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഗുളികനുമാണ്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ തകർക്കുക, അതിനെ ഇല്ലാതാക്കുക. എങ്ങനെ? പോരാട്ടത്തിലൂടെ, സ്ഫോടനത്തിലൂടെ, അല്ലാതെ കൊലപാതകത്തിലൂടെ, നാശത്തിലൂടെ, ഈ വർഗീയതയിലൂടെ, ഇങ്ങനെയൊക്കെയാണ് ആ 8-ാം ഭാവത്തിൻ്റെയും അവസ്ഥ. ഇനി 9-ാം ഭാവത്തിലേക്ക് കടന്നാൽ 9-ാം ഭാവത്തിൽ ശുക്രനും ശനിയുമാണ് അംശം ജനിക്കുന്നത്. ബാക്കി രാശികളിലും ഒന്നുമില്ല, കാരണം രാഹു കേതുവിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെ നിന്ന് കഴിഞ്ഞു. പിന്നെ അംശസ്ഥിതി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം മകരൻ രാശിയാണ് ഈ പറയുന്ന അഷ്ടമം, കുംഭൻ രാശിയാണ് 9-ാം ഭാവം. അവിടെ 9-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അപ്പം ഭാഗ്യസ്ഥാനം, ഈ 9-ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ 2-ലെ ചൊവ്വയുടെ അഷ്ടമദൃഷ്ടിയും 7, 8 എന്ന് പറയുന്നത് അഷ്ടമദൃഷ്ടി എന്ന് പറയുമ്പോൾ മകരൻ രാശിയിൽ വരും. മകരൻ രാശി എന്ന് പറയുമ്പം 7, 8, 9-ാം ഭാവം വരും. അപ്പോൾ 9-ാം ഭാവത്തിൽ തന്നെ ചൊവ്വയുടെ ദൃഷ്ടി, അതും ഉച്ചരാശി ദൃഷ്ടി വരിക എന്ന് പറയുമ്പം അവിടെ തന്നെ നമുക്ക് ആലോചിക്കാം, അത് പുരോഗതി, ഭാഗ്യം, ഒരു ഭാഗ്യം, ഒരു രാജ്യത്തിൻ്റെ ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ വളർച്ച, ആ വളർച്ചയെ തടയിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. ഇവിടെ വരുന്ന രാജ്യത്തിന് വരുന്ന നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ യൂണിഫോമിനെയും പ്രതിരോധത്തെയും പട്ടാളത്തെയും സേനയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ആ സാമ്പത്തികമായി
ഒരു നല്ല നഷ്ടം അതിനു വേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം പ്രതിരോധത്തിന് വേണ്ടി ഒരു നല്ല തുക മുടക്കേണ്ടി വരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, യുദ്ധസാമഗ്രികളൊക്കെ സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായ ഒരു ചിലവിനെയാണ് ഈ ചൊവ്വയുടെ ഒരു രീതി കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ആവശ്യവുമാണ്. കാരണം ഇങ്ങനെ ജാതകത്തിൽ ഇത്തരത്തിൽ അവസ്ഥയുള്ള ഒരു രാജ്യത്തെ നേരിടണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. നല്ല സുസജ്ജമായ പട്ടാളം വേണം, സേന വേണം, അതുപോലെ തന്നെ യുദ്ധസാമഗ്രികൾ വേണം. ഇതെല്ലാം തയ്യാറായി നിൽക്കുമ്പോൾ മാത്രമേ ശത്രുവിന് നമ്മളെ ഒന്ന് പേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. ഇനി 10ാം ഭാവം എടുത്താൽ രാഹുവാണ് അംശകത്തിലുള്ളത്. കുംഭൻ രാശിയാണ് ഈ 10ാം ഭാവം എന്ന് പറയുമ്പോൾ. അപ്പോൾ കുംഭൻ രാശി 10ാം കർമ്മ പദ്ധതിയാണല്ലോ 10. അപ്പോൾ ഈ കർമ്മ പദ്ധതി ഉണ്ടാകുമ്പോൾ രാഹുവിൻ്റെ സാന്നിധ്യം വരിക എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് തടയിടുക. കാരണം ഈ രാഹുവിൻ്റെ ഈ പൊതു സ്വഭാവം നമ്മൾ കണക്കിലെടുക്കുമ്പം ഓരോന്നിനും ഓരോ കാരകത്വം ഉണ്ടല്ലോ. ഈ കാരകത്വത്തിൽ രാഹുവിന് പറയുന്നത് അട്ടിമറി, അധോലോകം, അപവാദം, രഹസ്യ നീക്കങ്ങൾ, ഇതൊക്കെയാണ്. അതായത് പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ടും വളഞ്ഞ വഴി കൂടെയും കുതന്ത്രത്തിലൂടെയും അട്ടിമറിയിലൂടെയും സ്ഫോടനത്തിലൂടെയും ഒക്കെ ഒരു രാജ്യത്തെ എങ്ങനെ നേരിട്ട് തകർക്കാൻ സാധിക്കും എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമൊന്നുമായി വരുന്നില്ല. കുറേ സാമ്പത്തിക നഷ്ടവും കുറേ ജീവനഷ്ടവും ഒക്കെ സാധാരണക്കാർക്കുമൊക്കെ കുറേ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇനിയും നമ്മൾ പൊതുവെ 11ാം ഭാവമാണല്ലോ വരവിനെ സൂചിപ്പിക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പം മീനൻ രാശിയാണ് നമ്മുടെ 11ാം ഭാവം എന്നുള്ളത്. അത് വളരെ നല്ല ഒരു രാശി തന്നെയാണ്. കാരണം മീനൻ രാശി ഒത്തൊരുമയും ഈശ്വരാംശമുള്ളതുമായ ഒരു രാശിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത പണികൾ നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവന്നാൽ ഈശ്വരാംശമുള്ള ഭൂമി എന്ന നിലയിൽ അതിന് ഈശ്വരൻ തന്നെ, ദൈവം തന്നെ അതിന് വേണ്ട ശിക്ഷ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതും ഈ 11ാം ഭാവത്തിൻ്റെ ഒരു സൂചനയിൽ. കാരണം ആദിത്യനാണ് അവിടെ അംശം ചെയ്ത് നിൽക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ 11ാം ഭാവം മീനൻ രാശിയും വ്യാഴത്തിൻ്റെ രാശിയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ സർവേശ്വരാണാം ഗുരു എന്നും പറയും. അതായത് എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഒരു ഭാവം തന്നെയാണ് ഈ 11ാം ഭാവമായ മീനൻ രാശി. അപ്പോൾ സമുദ്രത്തെയും സൂചിപ്പിക്കുന്ന, ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ ആഗമനവും നമുക്ക് വേണ്ടി പറയാം. കാരണം 6-ലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ ആഗമനം നമ്മൾ ചിന്തിക്കുമ്പോൾ 9, 10, 11 ഭാവം ആണ് ഇവിടെ വരുന്നത്. 9, അഷ്ടം, 8, 9, 10, 11 ഈ ഭാവങ്ങൾ വരുമ്പം അതിൽ 9, 10, 11, 9 ഭാഗ്യം, 10 കർമ്മം, 11 ഇങ്ങോട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ പുരോഗതിയുടെ വരവ്. അപ്പോൾ ഈ 3 ഭാവങ്ങൾ ചിന്തിക്കുമ്പോൾ അത് മകരം, കുംഭം, മീനം രാശികളാണ്. ഈ മകരം, കുംഭം, മീനം രാശികളെന്ന് പറയുന്നത് വടക്കൻ പ്രദേശങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുപോലെ രാഹു നിൽക്കുന്നത് തെക്കു പടിഞ്ഞാറേ ദിക്കിനെയും സൂചിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞത് ശത്രുക്കൾ വരുന്ന വഴിയുടെ കാര്യം, അല്ലെങ്കിൽ ആ ദിക്കിൻ്റെ കാര്യം, ആ ഭാവത്തിൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളും തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളും, അതുപോലെ തന്നെ മീനൻ രാശി സമുദ്രത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് സമുദ്രം വഴിയും പിന്നെ അല്ലാതെയും കരയിലൂടെയും, അത് ഈ വടക്ക് പടിഞ്ഞാറും ഭാഗങ്ങളിൽ വടക്ക് കിഴക്ക് ഭാഗവും അതുപോലെ ചില ഭാഗങ്ങളാണ് സമുദ്രത്തെ സൂചിപ്പിക്കുന്നത്. സമുദ്രമല്ലാതെയുള്ള പല ഭാഗങ്ങളും നമ്മുടെ ഈ ഗ്രഹനിലയിൽ സൂചനയായിട്ട് വരുന്നത്. ഇതെല്ലാം തന്നെ കാരണം 3 ഗ്രഹങ്ങളാണ് ചന്ദ്രനെതിരെ നിൽക്കുന്നവർ എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ ശത്രുവിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ശത്രുവിൻ്റെ വഴിയും റൂട്ടുമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തെല്ലാം ആയാലും എന്തൊക്കെ ശത്രുക്കൾ പ്ലാൻ ചെയ്താലും അതെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് തക്കതായ ഫലം, അതായത് നമ്മുടെ രാജ്യത്തെ ചൊറിയാൻ വരുന്നവർക്ക് എന്താണ് തിരിച്ചടി കിട്ടുന്നത് എന്നുള്ളതും ഈശ്വര നിശ്ചയമായി തന്നെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മീനൻ രാശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി 12ാം ഭാവം എടുത്താൽ 12ാം ഭാവം നമുക്ക് നഷ്ടം സൂചിപ്പിക്കുന്ന ആ ഒരു ഭാവമാണ്. 12ാം ഭാവാധിപൻ ചൊവ്വയാണ്. നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് 2ാം ഭാവത്തിലെ ചൊവ്വയും 12ാം ഭാവാധിപനായിട്ട് നിൽക്കുക എന്ന് പറയുമ്പം കുറേ ജീവൻ, കുറേ സമ്പത്ത്, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ നഷ്ടത്തിൻ്റെ ആ ഒരു
ബന്ധത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ ഒന്നും നമുക്ക് കൂടുതൽ നഷ്ടമൊന്നും ഉണ്ടാക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. ലോകരാജ്യത്തെ ഭാരതം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗ്രഹനില അനുസരിച്ച് ആദ്യത്തെ 18 വർഷം, അതായത് 1965 വരെ ശനിദശയായിരുന്നു. അപ്പോൾ ശനിദശ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളർച്ച വളരെ മന്ദഗതിയിൽ പോവുക. ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൃഷിയെയും ദാരിദ്ര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന. അപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർബല്യം, കൃഷി പുരോഗമിക്കാതിരിക്കുന്ന ഒരവസ്ഥ, വേണ്ടത്ര ഭക്ഷണ പദാർത്ഥം പോലും ഭാരതീയന് കിട്ടാന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പോലുള്ള സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ്, ആ ഒരു സന്ദർഭത്തെയാണ് ഈ സ്വാതന്ത്ര്യാനന്തര ആദ്യകാലം സൂചിപ്പിക്കുന്നത്. അതാണ് 1965 വരെയുള്ള ശനിദശയെ സൂചിപ്പിക്കുന്നത്. ഘട്ടം ഘട്ടമായി ചെറിയ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ആ വ്യത്യാസം വരുന്നത് മകരൻ രാശിയിൽ അംശകം ചെയ്ത് ശനി നിൽക്കുമ്പോൾ അത് സ്വക്ഷേത്രമായതുകൊണ്ട് കാലാന്തരത്തിൽ ഈ 18 വർഷത്തിൽ കുറേ കാലത്തിന് ശേഷം, അത് തുടക്കം പോലെയല്ല, മുന്നോട്ട് പോകുമ്പോൾ കാർഷികമായി ഒരല്പം പുരോഗതി ഉണ്ടാകാം, എങ്കിലും അത് പര്യാപ്തമല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. രണ്ടാമത് 1982 വരെ ബുധൻ്റെ ദശയായിരുന്നു. അപ്പോൾ ബുധദശ എന്ന് പറയുമ്പോൾ തന്നെ ഈ 82 വരെ ബന്ധു അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം, അതായത് നമ്മുടെ ആൾക്കാരെ കൊണ്ട് തന്നെ വിരോധികളാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ ഒരു, കാരണം ബുധൻ ബന്ധുത്വത്തെയും അതുപോലെ തന്നെ തീവ്രമായ ബുദ്ധിയെയും, കുരുട്ടുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ശത്രുതയാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഭാവം 82 വരെ ഉണ്ടായിരുന്നു എന്നാണ്. അതിനുശേഷം 89 വരെ കേതുവായിരുന്നു. അപ്പോൾ 80-നും 82-നും, 82 എന്ന് പറയുമ്പോൾ അവസാന കാലഘട്ടമാണ്. അപ്പം 82-നും 89-നും ഇടയിൽ നമ്മുടെ രാജ്യം നേരിട്ട നഷ്ടങ്ങൾ കേതുവിൻ്റെ ദശയാണ്. ഈ കേതുവിൻ്റെ ദശയിൽ നമ്മുടെ രാജ്യത്തുണ്ടായ നഷ്ടങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രധാനമന്ത്രിമാർ വരെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ 2009 വരെ ശുക്രൻ്റെ ഒരു കാലഘട്ടമായിരുന്നു, ശുക്രദശയുടെ ഒരു കാലഘട്ടം. അത് 4-ാം ഭാവത്തിൽ, ഈ പറഞ്ഞതുപോലെ ഭാവചാറ്റിൽ 4-ാം ഭാവത്തിൽ വരുന്ന ഒരു ശുക്രനായതുകൊണ്ട് 3-ാം ഭാവത്തിൽ നിന്ന് ഒന്ന് തെന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറേ പുരോഗതികളും കുറേ കാര്യങ്ങളും ഒക്കെ വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്ന് പറയുമ്പോൾ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക, അതൊക്കെ നടപ്പാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ കൃഷിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പഞ്ചവത്സര പദ്ധതികൾക്ക്, അതാണ് ശനിയുടെ ആ ഒരു ആംശസ്ഥിതിയുടെ ഗുണം ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രയോജനപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു. ഇനി 2015 മുതൽ 2009 മുതൽ 2015 വരെ സൂര്യൻ്റെ കാലഘട്ടമായിരുന്നു. സൂര്യനായിരുന്നു അവിടെ ദശാനാഥൻ. അപ്പോൾ ആ 15 വരെയുള്ള ഘട്ടത്തിലും ഇങ്ങനെ മാറി മറിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 89-ലെ കേതുവിനും അതുപോലെ ഒരു മാറ്റം വരുന്നു. 2009-ന് ശേഷം ഇങ്ങോട്ട് രാഷ്ട്രീയമായും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അവസ്ഥയ്ക്കും മാറ്റം സംഭവിക്കുന്ന ഒരു ഘട്ടമായി മാറി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2015 മുതൽ 2025 വരെ ചന്ദ്രദശ. ഈ ചന്ദ്രദശ കർക്കിടകത്തിലെ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ നമ്മുടെ ഭാരതഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെ ഒരു കാലമാണ്. അതാണ് ഈ 2015 2025 എന്നുള്ള 10 വർഷം. കാരണം ബ്രിട്ടീഷുകാരൻ ദാനം പോലെ നീ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഭൂമിയുടെ സാഹചര്യമല്ല ഇന്ന് ലോക ജനതയുടെ മുമ്പിലും ലോക രാജ്യങ്ങളുടെ മുമ്പിലും നമ്മുടെ രാജ്യത്തിനൊരു സ്ഥാനമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം. കാരണം ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്നു. മറ്റൊന്ന്, പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യമാണെന്ന് ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പല കാര്യത്തിലും മുന്നോട്ടുള്ള ഗതി മറ്റുള്ളവർ കണ്ടും കേട്ടും അത് നോക്കിയും ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ 2015 മുതൽ 2025 വരെയുള്ള ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതാണ് ചന്ദ്രദശ എന്ന് ഞാൻ പറഞ്ഞത്. ആ ചന്ദ്രദശയിൽ നമ്മുടെ രാജ്യം എത്രത്തോളം
മുൻപന്തിയിലും ഉയർച്ചയിലും എത്താൻ സാധിക്കുമോ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതും ഈ ഘട്ടത്തിൽ അത്ര വലിയ ആക്രമണമോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് പോലെ ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ചന്ദ്രദശയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചന്ദ്രൻ മനസ്സാണ്. ആ മനസ്സ് പലർക്കും മാറി തുടങ്ങിയിരിക്കും. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു മാനസികമായ മാറ്റം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉന്നതിയിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യം ഇനി 2025 കഴിഞ്ഞാൽ 32 വരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചൊവ്വയുടെ കാലം സാധാരണഗതിയിൽ നമ്മുടെ ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ വെച്ച് എന്തിനേയും നേരിടാനുള്ള ഒരു പവറും അതുപോലെ തന്നെ ശേഷിയും നമ്മുടെ രാജ്യത്തിനുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ചൊവ്വയുടെ കാലമായ 2025 മുതൽ 2032 വരെയുള്ള അല്ലെങ്കിൽ 30 വരെ ഉള്ള കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ എന്ത് സംഭവിക്കും എന്ന് ഉള്ള ഭയമല്ല, പക്ഷേ നമ്മൾ കണ്ണു തുറന്നിരിക്കുക എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പം തന്നെ ഉദ്ദേശിച്ചാലൊക്കെ ഒരുപാട് സമയം കൂടുതലെടുത്തു. അത് സമയം കുറച്ച് പറയാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഇഷ്ടപ്പെടുന്നവർ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ജാതകത്തിൻ്റെ വിശകലനം എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നന്ദി, നമസ്കാരം.